ഞാൻ ഇന്ന് ഒരു കമന്റ് കണ്ടതാണ്. വേറെയൊന്നുമല്ല, നമ്മുടെ അനീഷിനെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കരുത്, അനുമോളെ വിളിച്ചോളൂ, അനുമോളാവുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം കയ്യിലെടുക്കും, ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും. പിന്നെ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ അനുമോളെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും എന്നൊക്കെയാണ് ആശാൻ പറയുന്നത്. അതായത് അനുമോളുടെ ഏതോ ഒരു അന്തമാണ്, അനീഷിനെ കണ്ടുകൂടാത്ത അനുമോളുടെ ഏതോ ഒരു അന്തം വന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, അനീഷ് എവിടെ കിടക്കുന്നത്, അനുമോൾ എവിടെ കിടക്കുന്നത്. അതായത് അനീഷിന്റെ വിദ്യാഭ്യാസത്തെ പറ്റിയും, പിന്നെ എന്താണ് അയാളുടെ ജോലി, അയാളുടെ കുടുംബം, അയാൾ വളർന്നു വന്ന സാഹചര്യം, അതുപോലെ അയാൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികൾ, ഒരാളെ പോലും ചതിക്കാറില്ല, ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ലേ അനീഷ്. നേരെ മറിച്ച് അനുമോൾ അങ്ങനെയാണോ? അനുമോൾ എന്ന് പറയുന്ന ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ്? ചപ്പാത്തി കെട്ട് തിന്നിട്ടോ, ഇല്ലെങ്കിൽ ബന്ന് തിന്നിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടോ, മറ്റുള്ളവരുടെ പിന്നെ മറ്റേ എന്താ പറയുക പുതപ്പ് നോക്കിയിട്ടോ, ഈ സദാചാരം പറഞ്ഞിട്ടോ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്? അതായത് അനുമോൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നുണ പറയാൻ അറിയാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയാം. അതല്ലേ നല്ല രീതിയിൽ അഭിനയിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും അനുമോളും ഇപ്പോഴും അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ അനുമോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഹിസ് അടിക്കൽ, അതുപോലെ ഇങ്ങനെ കാണിക്കൽ, ഇതൊക്കെ അല്ലേനോ പരിപാടി. നേരെ മറിച്ച് അത് അനീഷ് കാണിച്ചിട്ട് അനീഷ് വെളിയിൽ നിന്ന് ഇങ്ങനെ ചതിച്ചു എന്നങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം അനുമോൾ അനീഷിനെ ചതിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതായത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളൊരു ശുദ്ധനാണ്. അയാൾ വിചാരിച്ചു 10-30 വയസ്സായില്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഏതായാലും ഒരു ജീവിതം കൊടുക്കാൻ നോക്കാം എന്ന് കരുതിയിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് കല്യാണം കഴിക്കാമെന്ന്. അതൊരു വലിയ തെറ്റാണോ ഇവിടെ? എനിക്കതാ മനസ്സിലാകാത്തത്. അയാളുടെ ഇഷ്ടമല്ലേ പറഞ്ഞത്. അനുമോൾ അങ്ങനെ ഇഷ്ടം തോന്നാൻ തക്ക രീതിയിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ലവ് ചിഹ്നം കാണിക്കുന്നു, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫ്ലൈങ് കിസ് അടിക്കുന്നു, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല ചേഷ്ടകളും കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടില്ലേ അനുമോള്. അതുകൊണ്ടല്ലേ ശരിക്ക് അനീഷ് വിചാരിച്ചത് ഒരു ജീവിതം കൊടുക്കാം, ഏതായാലും 10-30 വയസ്സുണ്ട്, പിന്നെ എൻ്റെ വയസ്സും കുഴപ്പമില്ല, ഞാനും 2ാം കെട്ടാണ്, കാരണം വയസ്സ് കൂടുതൽ ആൾക്കാരല്ലേ നോക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അനുമോൾ യോഗ്യമായ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ടല്ലേ അയാൾ ചോദിച്ചത്. പക്ഷെ അനുമോൾ ഇതൊക്കെ അഭിനയിക്കുകയായിരുന്നു. അങ്ങനെ ആൾക്കാരെ പറ്റിക്കാനും അതുപോലെ തേച്ചൊട്ടിക്കാനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പറയുന്നത് അനുമോളെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും, അനീഷ് എന്ന് പറയുന്നവനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവിടെ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല എന്നൊക്കെ. ഇപ്പോഴാർക്കാണ് ഉദ്ഘാടനം കൂടുതൽ? അതായത് അനീഷിന് കിട്ടുന്ന ഈ ജനപ്രിയത ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അവിടെ ഒരു മനുഷ്യന് പോലും കിട്ടുന്നില്ല, ഈ അനുമോൾക്ക് പോലും കിട്ടുന്നില്ല. അനുമോൾക്ക് ശരിക്കും പോകുമ്പോഴും നല്ല ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴനുമോൾക്ക് ശരിക്കും പറഞ്ഞ ആരാ ഉള്ളത് കൂടെ? ഒരു മനുഷ്യന്മാർ പോലുമില്ല. എന്തുകൊണ്ടാണ്? അത് അനുമോളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അനുമോള് കൃത്യമായിട്ട് ചതിയും വഞ്ചനയും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ പോയത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. അനുമോൾ അവിടെ എന്ന് പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഒന്നിനുമല്ല, അവിടെ അഭിനയിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ നല്ല രീതിയിൽ അഭിനയിച്ചു. അവിടെ എന്ന് പറഞ്ഞാൽ അനുമോൾ കുലസ്ത്രീയായിട്ടും അഭിനയിച്ചു, അവിടെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ കണ്ണിലുണ്ണിയായിട്ട് അഭിനയിച്ചു. നേരെ മറിച്ച് അനുമോൾ അതുപോലെയാണോ? നിങ്ങൾ അനുമോളുടെ ചില റീൽസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അനുമോള്. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാത്ത ചില അന്തങ്ങളാണ് വന്നിട്ട് പറയുന്നത് അനുമോള് നല്ല ഇതാണ്, എന്റർടൈനറാണ്. അതായത് അനീഷ് എന്റർടൈനർ അല്ല, അതുകൊണ്ട് അനീഷിനെ വിളിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് ചില അവന്മാർ ഇങ്ങനെ ചില ഊളകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിലൊന്നും അനുമോൾക്ക് പങ്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ അനുമോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഈ ഊളകളെ കൊണ്ട് പെട്ടുപോയിട്ടുള്ളത്. ഈ അന്തം ഫാൻസ് എന്ന് പറഞ്ഞ ഐറ്റങ്ങളെ കൊണ്ട് പണ്ടാരടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഹേറ്റ് വരുന്നുണ്ട് ഇവന്മാരെ കൊണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ കപ്പിന് അർഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനീഷ് തന്നെയാണ്, വേറെ ആരുമല്ല. അനുമോൾക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ അനുമോൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ് കപ്പ് വാങ്ങിച്ചത് എന്ന്. അനുമോളും പല കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് കപ്പ് വാങ്ങിച്ചത്, ആരാണ് കപ്പ് തരാൻ മുന്നിൽ നിന്നത് എന്നൊക്കെ അറിയാം. പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത അറിയാത്ത കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ അനുമോളുടെ ഫാൻസ് തന്നെയാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ അനുമോൾക്ക് വോട്ട് കിട്ടിയിട്ട് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വോട്ട് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് എന്നൊക്കെയാണ് അവരിപ്പോഴും കരുതിയിരിക്കുന്നത്. അതായത് ഈ മണ്ട ശിരോമണികൾ ഇപ്പോഴും കരുതിയിരിക്കുന്ന ഇതാണ്.
നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവറ്റകൾക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പാണ്, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു ഇത് കാണിച്ചിട്ടൊന്നുമല്ല. അവിടെ എന്ത് ഗെയിമാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? അനുമോളെ എങ്കിൽ ഇഷ്ടപ്പെടാൻ മാത്രം അനുമോൾ എന്ത് ഗെയിമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവിടെ കുറെ ആൾക്കാരാ മറ്റുള്ളവരെ തേച്ചൊട്ടിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ നിർത്തി അവര് കൃത്യമായിട്ട് ആ പണി ചെയ്തുകൊണ്ട് മാത്രം അനുമോളെ അങ്ങ് എല്ലാവരും അങ്ങ് പൊക്കിക്കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുമോളെക്കാട്ടിയും വലുത് എന്ന് പറഞ്ഞ അനീഷ് തന്നെയാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ അതാണ് ആദ്യം കരുതേണ്ടത്. അതായത് അയാളുടെ ആ വിദ്യാഭ്യാസവും ഇത് മാത്രം മതി. ലാലേട്ടൻ വരെ പിന്നെ എന്താ പറയേണ്ടത്, അഭിനന്ദിച്ച അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് എന്നുള്ളത് ഈ മണ്ടന്മാർക്ക് അറിയില്ലേ? ലാലേട്ടൻ തന്നെ പല കാര്യങ്ങളും അനീഷിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അറിയാത്ത കാര്യങ്ങൾ വരെ അനീഷിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അതായത് ലാലേട്ടന് പോലും അത്ര ഇഷ്ടമായിരുന്നു ഈ നമ്മുടെ അനീഷിനെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവസാനം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്ത് കളിയാ കളിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവരെല്ലാവരും കൂടിയിട്ട് അനീഷിന് കൊടുക്കണ്ട എന്നുള്ള നിലപാടിലെത്താനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നത് അനുമോളോടുള്ള വാക്കായിരിക്കാം. അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട്, അഞ്ജന മേഡത്തോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നാണ് ഓണത്തിൻ്റെ, അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈ നിറച്ചു കനത്തിൽ തരാം, ഈ ഒരു ഷോയിൽ നിങ്ങൾ പങ്കെടുക്കൂ എന്ന് നിർബന്ധിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ അനീഷിനെ വിട്ടുപിടി. അതായത് അനീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല, അനീഷിനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അയാളുടെ അറിവും അയാളുടെ ആ ഒരു എന്താ പറയുക പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അയാൾ ഒരാളോട് പോയിട്ട് ഐ ലവ് യു പറഞ്ഞിട്ടില്ല, അയാൾ ഒരാളോട് പോയിട്ട് കയ്യും കാലും കാണിച്ചിട്ടില്ല, അയാൾ ഒരാളെ പോലും എടിയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ കൊണ്ട് വിളിച്ചിട്ടില്ല. അത്രയും നല്ല മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പേഴ്സണലായിട്ട് ഒരാളെ പോലും അറ്റാക്ക് ചെയ്തിട്ടില്ല. അയാൾ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതും പറഞ്ഞിട്ടുണ്ട്. അതാണ് അനീഷ്. അങ്ങനെയുള്ള ഈ അനീഷിനെയാണ് ഇവർ പറയുന്നത് അയാൾക്ക് എന്റർടൈൻമെന്റ് അറിയില്ല, അയാളെ വിളിച്ചിട്ടൊരു കാര്യവുമില്ല, അയാളെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് എന്ത് തേങ്ങ കാണിക്കാനാണ്? അനുമോളെ മാത്രം വിളിക്കൂ. അനുമോൾ എന്തൊക്കെ എന്റർടൈൻമെന്റാണ് കൊടുക്കുന്നത്. അനുമോള് ബന്ന് തിന്നത് ഒരു കോമഡിയല്ലേ? അനുമോള് എന്തെങ്കിലും പറഞ്ഞാൽ അത് കോമഡിയല്ലേ? അനുമോൾ ഇനി ചിരിച്ചാൽ അത് കോമഡിയല്ലേ? അങ്ങനെ പലതരത്തിലുള്ള കോമഡികൾ കൊടുക്കുന്ന അനുമോളെ നിങ്ങൾ എല്ലാവരും വിളിക്കൂ. അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷിനെയൊന്നും വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല എന്നാണ് ഈ അന്തങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകൾക്ക് എന്തെങ്കിലും ഒരു വെളിവ് വരാൻ വേണ്ടിയിട്ട് അനുമോള് തന്നെ വിചാരിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. അനുമോള് തന്നെ ഇവറ്റകളോട് പറയണം, ദാ ഇനിയെങ്കിലും ഇങ്ങനെ മിണ്ടാതിരിക്കണേ, എനിക്ക് നാണക്കേടാന്ന് നിങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ മതി. അത്രേ കൊണ്ടു. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം അടങ്ങും. അല്ല, നിങ്ങളൊന്നും മിണ്ടാണ്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സമാധാനമാണെന്ന് പറഞ്ഞാലും മതി. അതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാണ്. ഇത് കേട്ടേരം മുതൽ എനിക്കിങ്ങനെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കലായിരുന്നു. ഇതിന് രണ്ടും മറുപടി തന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇവിടെ ജീവിച്ചിരിക്കുന്നത്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവിടെ ഉദ്ഘാടനങ്ങളായാലും എന്തെന്നായാലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിന് തന്നെയാണ്, വേറെ ഒരു മനുഷ്യനുമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.